ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ബെൻറ്റ്ലിയാണ്. ബെൻറ്റ്ലിയുടെ അസൂർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. 2023 മോഡൽ വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് വാഹനം സ്റ്റാർട്ടാവാതെയാണ്. നമ്മൾ ഈ വാഹനത്തിൽ എന്താണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ സ്റ്റാർട്ടിങ്ങിന് വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ് എന്താണ്, ഈ വാഹനത്തിൻ്റെ റീസെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് ചെക്ക് ചെയ്യാം, എന്താണ് ഈ വാഹനത്തിൻ്റെ സർവീസ് മോഡ്, നമുക്ക് ഈ വാഹനം എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് സർവീസ് മോഡിലേക്കൊക്കെ എങ്ങനെ ആക്കും, അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെയൊക്കെ വൈപ്പർ ബ്ലേഡ് നമുക്ക് റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വാഹനങ്ങളൊക്കെ നോർമൽ ഒരു മാരുതിയുടെയോ അല്ലെങ്കിൽ ഒരു ആൾട്ടോയുടെ സർവീസ് ചെയ്യുന്ന മാതിരി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒന്നും സർവീസും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ബോഡി തന്നെ ഡാമേജ് ചെയ്യുന്നതാണ്. ബോഡിയും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവുന്നതാണ്. വൈപ്പർ ബ്ലേഡ് പോലും നിങ്ങൾക്ക് മാറാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് മാറാം, ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്, ഈ വാഹനത്തിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എൻ്റെ ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ കൂടുതലൊന്നും നീട്ടി വലിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ ചെറിയ ചെറിയ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ വാഹനം 2023 ആണെങ്കിലും എന്താ പറയുക, ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പുതുപുത്തൻ വളരെ പുതിയ വണ്ടി തന്നെയാണ്, പഴയതൊന്നല്ല. എന്നാലും വെൽ മെയിൻറ്റെയിനും ഒരു അടിപൊളി വണ്ടി തന്നെയാണ് ഈ വാഹനം എന്ന് പറയുന്നത്. ബെൻറ്റ്ലിയുടെ അസൂർ നല്ല അന്യായ പവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാഹനത്തിലുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഒരു V8 എഞ്ചിനാണ്. അപ്പോൾ ഞാൻ എഞ്ചിനും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ വാഹനത്തിലെ പലർക്കും ഒരു ഡൗട്ട് അറിയാത്തൊരു കാര്യമാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷനൊക്കെ എവിടെയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഈ ബാറ്ററിയുടെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതേമാതിരി തന്നെ എൻ്റെ ഈ വീഡിയോ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരെങ്കിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. ഈ കാണുന്നത് ഞാൻ പറഞ്ഞു 2023 വണ്ടിയാണ്. 2023 ബെൻറ്റ്ലിയുടെ ബെൻഡാഗ അസൂർ എന്ന് പറയുന്നൊരു മോഡലാണ്. നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ്, നല്ല പവർഫുൾ വണ്ടി തന്നെയാണ്. ഈ മോഡൽ വാഹനങ്ങൾക്ക് 2 ടൈപ്പ് എഞ്ചിനാണ് വരുന്നത്. ഒന്ന് V8 എഞ്ചിനും അതേമാതിരി തന്നെ ഒന്ന് W12 എഞ്ചിനും. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് V8 എഞ്ചിനാണ്. നിങ്ങൾക്ക് കാണാം അസൂർ എന്ന് പറയുന്ന ലോഗോയും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഇൻറ്റീരിയലും അതേപോലെ തന്നെ അതിൻ്റെ സീറ്റും കളറും കോമ്പിനേഷനുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്. അതിൻ്റെ സീറ്റിൻ്റെ കളറും ഫ്ലോർ മാറ്റിൻ്റെ കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് തന്നെയാണ്. ഇതൊരു ഫസ്റ്റ് എഡിഷൻ വണ്ടിയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് എഡിഷൻ്റെ ലോഗോ സീറ്റിലും അതേമാതിരി തന്നെ ക്വാർട്ടർ പാനലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ വീഡിയോ പല ആൾക്കാരും പലരായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ അതിൻ്റെ കുറച്ച് മെക്കാനിക്കിനെ ആവശ്യപ്പെടുന്ന കുറച്ച് വീഡിയോകളാണ് എൻ്റെ ഈ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകത്ത് നമുക്ക് 3 തരത്തിൽ നമുക്ക് ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ആക്കാനും സാധിക്കും. ഇനി അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് നല്ലൊരു ബെൻറ്റ്ലിയുടെ ഒരു ലോഗോ നിങ്ങൾക്ക് വരുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ അടിയിൽ ലൈറ്റ്, ഇപ്പോൾ എല്ലാത്തരം വാഹനങ്ങളിലും നമുക്ക് ഇതേപോലെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഒരു ഒറിജിനൽ ഫിറ്റ്മെൻറ്റ് തന്നെയാണ്, മോഡിഫൈഡോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈപ്പർ ബ്ലേഡ് മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വൈപ്പർ ബ്ലേഡ് സർവീസ് മോഡ് ആക്കാതെ നമുക്ക് ഇതേമാതിരി അഴിച്ചെടുക്കാൻ സാധിക്കത്തില്ല. കാരണം അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ബോണറ്റിലെ പെയിൻ്റൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ വിൻസ്ക്രീൻ ഡാമേജ് ആവാനാണ് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ വാഹനം സ്റ്റാർട്ടാവുന്നില്ല, കാരണം ഇതിൻ്റെ അകത്ത് ബാറ്ററി വാർണിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാം. സ്റ്റാർട്ടാവാതിരിക്കുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇഗ്നീഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഇഗ്നീഷനൊക്കെ ഓണായി, പക്ഷേ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക്കലിൻ്റെ വാർണിങ്ങും അതേമാതിരി തന്നെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ ഡയറക്റ്റ് റീപ്ലേസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്ന ലൊക്കേഷനും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് റൈറ്റ് സൈഡ് സീറ്റിൻ്റെ പാസഞ്ചർ ഫ്ലോർ മാറ്റിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പാസഞ്ചർ സീറ്റിൻ്റെ അടിയിൽ ഫ്ലോർ മാറ്റിൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഫ്ലോർ മാറ്റ് നിങ്ങൾക്ക് ഇതേമാതിരി മുകളിലോട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ബാറ്ററി കാണാൻ സാധിക്കും. ഇത് കണ്ടല്ലോ, 2022 ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഇതെന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ബാറ്ററി കേടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമുക്കൊന്ന് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബാറ്ററി നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കസ്റ്റമർ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ബാറ്ററി റിപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ ഞാൻ പറഞ്ഞു ഒരു V8 എഞ്ചിനാണ്. നല്ലൊരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ്. ഇനി നമുക്ക് ഇഗ്നീഷനോ ജമ്പ് സ്റ്റാർട്ടിങ്ങിനോ അതേമാതിരി തന്നെ കൊടുക്കാനുള്ള ഒരു പോർട്ട് നിങ്ങൾക്ക് ഇവിടെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുമുണ്ട്.
അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ ഡയറക്റ്റായിട്ട് റിപ്ലേസ് ചെയ്യുകയാണ്. കാരണം ഈ വാഹനം ഇതിൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് കൺട്രിയിലായിരുന്നു 3 മന്ത്. അപ്പോൾ അതിനുശേഷം വന്ന സമയത്ത് വാഹനം സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പം ബാറ്ററി നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്ലേസ് ചെയ്ത് കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഈ ബാറ്ററിയുടെ അടിവശത്ത് തന്നെയാണ് ഇതിൻ്റെ ചേസിസ് നമ്പർ, വിൻ നമ്പർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ ഒരു ലോഗോവും കാര്യങ്ങളും കൊടുത്തത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ടല്ലോ വിൻ നമ്പറിൻ്റെ ലൊക്കേഷൻ ഇവിടെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്ലോർ മാറ്റ് എന്ന് പറയുന്നത് നല്ലൊരു അന്യായ ലുക്ക് തന്നെയാണ്. അതിൻ്റെ ഫ്ലോർ മാറ്റിൻ്റെ കളറും അതേപോലെ സീറ്റിൻ്റെയും ഡാഷ്ബോർഡിൻ്റെയൊക്കെ ഒരു ആ കോമ്പിനേഷൻ കളർ എന്ന് പറയുന്നത് നല്ലൊരു ലുക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതൊരു ഫസ്റ്റ് എഡിഷൻ വണ്ടിയാണ്. എൻ്റെ ഡോറിൻ്റെ ലോഗോയും കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ എല്ലാ ഡോറിലും കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു വൈപ്പർ ബ്ലേഡ് നമ്മൾ മാറേണ്ട സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് സർവീസ് മോഡിലാക്കണം. സർവീസ് മോഡിലാക്കാതെ നമ്മൾ ഇതിൻ്റെ വൈപ്പർ ബ്ലേഡൊക്കെ നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് ഒന്നിക്കിൽ അതിൻ്റെ വിൻസ്ക്രീൻ ഡാമേജ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ബോണറ്റിലെ പെയിൻറ്റ് ഡാമേജ് ആവും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റിമോട്ട് കീ ആണിത്. അപ്പോൾ ബാറ്ററിയൊക്കെ മാറിയതിന് ശേഷം വാഹനം സ്റ്റാർട്ടിങ്ങിനൊന്നും ഒരു പ്രശ്നമില്ല, സ്റ്റാർട്ടിങ്ങൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ മോഡൽ വാഹനങ്ങളുടെയൊക്കെ ബാറ്ററി നമ്മൾ റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അതിൻ്റെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ റേസ് ചെയ്യണം. അതേമാതിരി തന്നെ പവർ വിൻഡോയും കാര്യങ്ങൾ ഇനീഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ടൈമും ഡേറ്റും നിങ്ങൾ ഓട്ടോമാറ്റിക് സോണിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആയിക്കോളും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ടൈമും ഡേറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കണം. ഇനി അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ റീസെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇതിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേയിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വാഹനത്തിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് 2 ഓപ്ഷൻ വന്നിട്ട്, ഒന്ന് ഓണർ, ഒന്ന് യൂസറും, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഗസ്റ്റും. അപ്പോൾ നമ്മളിപ്പം ഗസ്റ്റിലാണ് പ്രസ് ചെയ്തിട്ടുള്ളത്. ഗസ്റ്റിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ സ്വിച്ചും കാര്യങ്ങളുണ്ട്. നമ്മളതിൽ ഹോം ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് കാർ എന്നുള്ളൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു കുറേ സെറ്റപ്പും കാര്യങ്ങളും ചെയ്യാം. അതിൽ തന്നെ വെഹിക്കിൾ സർവീസ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും, ഓഫ് റോഡ്, ഏത് സസ്പെൻഷൻ വേണം, അങ്ങനെയുള്ള നോർമൽ മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടെ ഗിയർ ലിവറിൻ്റെ സൈഡിലായിട്ടുള്ള സ്വിച്ച് വഴി നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അതേമാതിരി തന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ സർവീസ് ആൻഡ് ചെക്ക്. അപ്പോൾ സർവീസ് ആൻഡ് ചെക്കിൽ പോയി കഴിഞ്ഞാൽ സർവീസിന് ഇൻ്റർവൽ എത്രയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വാഹനത്തിൽ ഇനി 3600 പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സർവീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി അതേമാതിരി തന്നെ എയർ സസ്പെൻഷൻ, ട്രെയിലർ മോഡ്, അതേമാതിരി സസ്പെൻഷൻ ലോക്ക്. ഇപ്പോൾ വാഹനം ലിഫ്റ്റിലൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി സസ്പെൻഷൻ ലോക്ക് മോഡിലൊക്കെ ആക്കണം. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ ഓയിൽ ലെവൽ, എൻജിൻ ഓയിൽ സർവീസിൻ്റെ ലെവൽ, എൻജിൻ ഓയിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. ഇനി അതേമാതിരി തന്നെ വൈപ്പർ സർവീസ് പൊസിഷനിൽ ആക്കാതെ ഒരിക്കലും നിങ്ങൾ ഈ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് മാറാനോ അതേമാതിരി തന്നെ ഊരാനോ ശ്രമിക്കരുത്. അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബോണറ്റിലെ പെയിൻറ്റ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വിൻസ്ക്രീൻ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുന്ന് സർവീസ് മോഡിൽ ആക്കിയതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരിക്കലും അങ്ങനെ ട്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ ബാറ്ററിയൊക്കെ മാറിയതിന് ശേഷം ഒരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു അടിപൊളി പവർഫുൾ വണ്ടി തന്നെയാണ്. ഞാനൊരു വിത്തിൻ 5 സെക്കൻഡിൽ തന്നെ 120 സ്പീഡ് ഞാൻ റീച്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 280 ആണ്. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് വിത്തിൻ 5 സെക്കൻഡിൽ തന്നെ 120 സ്പീഡ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം സ്പീഡിനെ പറ്റിയൊന്നും ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇതേപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് മറത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.